ഇനി ഈ വേദിയിലേക്ക് നമുക്ക് സുധീർ പറവൂറിനെ മാത്രമല്ല നമ്മുടെ സ്വന്തം കേശവമാമനെ കൂടി ക്ഷണിച്ചാലോ? നിങ്ങൾ റെഡിയാണോ? അബുദാബി നിങ്ങളുടെ എനർജിക്ക് വല്ലതും പറ്റിയോ? റെഡിയാണോ? പെർഫെക്റ്റ്. അപ്പൊ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ കേശവമാമനെ പറ്റിയുള്ള ഒരു ചെറിയ വീഡിയോ കാണാം. സോ ഓവർ ടു ദ വീഡിയോ. വാട്ട് എവരിബഡി. എന്ത് തരം ഗാനമാണ്? ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു മോണായിട്ട് അവതരിക്കാൻ പോണേ. ശങ്കര താമസമേ വീടാ എല്ലാവർക്കും നമസ്കാരം. ഞാനിത് വിട്ടുകളഞ്ഞാണ്. ഞാൻ കേശവമാമന്റെ ആ ഒരു സൗന്ദര്യം എനർജി ഒക്കെ കണ്ടിട്ട് കിളി പോയി നിൽക്കുമായിരുന്നു. അല്ലേ, നല്ല ഭംഗിയില്ലേ? കഴിഞ്ഞ ആഴ്ച നമുക്ക് ഇത്ര കുടവേറില്ലാതെ ബാക്കിയൊക്കെ സെയിം. വയറ് ഗ്യാരണ്ടിയാണ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ എന്തായാലും കേശവമാമ അബുദാബിയിലേക്ക് വന്ന സ്ഥിതിക്ക് ഒരുപാട് സന്തോഷം. കാരണം വർഷങ്ങൾക്ക് മുമ്പ് പട്ടുറുമാൻ എന്ന് പറഞ്ഞ ആദ്യത്തെ ഷോയിലൂടെ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷെ വീണ്ടും ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും പരിപാടിയായിട്ട് ഇവിടെ വരാൻ പറ്റിയിട്ടില്ല. പരിപാടി തന്നില്ലേ? തന്നില്ലെന്നല്ല, മറന്നുപോയതായിരിക്കും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വീണ്ടും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരു കൊറോണ സമയത്താണ് മാമൻ ഉണ്ടാവുന്നത്. പിഷാരടിയാണ് അതിന് കാരണക്കാരൻ. അദ്ദേഹമാണ് കേശവൻ മാമൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇട്ടത്. പാരഡി ഒന്നും ഉണ്ടായിരുന്നില്ല. എപ്പോഴോ ഒരു 4 വരി പാട്ട് പാടിയപ്പോൾ അത് കുഴപ്പമില്ലാന്ന് തോന്നി. പിന്നീട് പാരഡിക്ക് വേണ്ടി മാത്രമായിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞു വെച്ച് മാമൻ. കേശവമാമന്റെ പാരഡി പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? ഇതിൽ തന്നെ മമ്മൂക്ക വരെ നീ സൂപ്പറാണ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ശരിയാണ്, മമ്മൂക്കയുടെ കല്യാണത്തെ എന്തിനാന്ന് പറഞ്ഞ പാട്ട് എടുത്തിട്ടൊരു ഗംഭീര പാട്ട്. ഓക്കെ, തുടങ്ങാം. ഒരു നല്ല പടക്കം തുടങ്ങി നമ്മുടെ പരിപാടി ആരംഭിക്കാനാണ്. കല്യാണം ചൂടില തിരുവോണം നാടില ചെക്കന്തു പായില അവനാവില്ല ബ്ലോക്കാണ് വൈദ്യില ഷോർട്ട്കട്ട് വെണ്ണല ആധാരം ബാങ്കില കല്യാണം ചൂടില തിരുവോണം. ആമാശയം നീർത്തൊരു ചെറുകുടലിൽ ചാലിപ്പൻ കുടലിൽ സൈലന്റാ സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. ആമാശയം മോതിന്നൊരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേലിറങ്ങിയൊരാപ്പിളിൽ കീടാണുവാണിരുന്നു. സായന്ത് മോതിന്നൊരാപ്പിൾ ലേശം ചീഞ്ഞതായിരുന്നു. തൊണ്ടേലിറങ്ങിയൊരാപ്പിളിൽ കീടാണുവാണിരുന്നു. നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശവിശയും ദഹിപ്പിച്ചു കളയുന്നു. ശങ്കര
വിടാപ്പറ വേലയില്ലാതായിട വർക്കുണ്ടോടാ ശങ്കര താമസമി വിടാപ്പറ വേലയില്ലാതായിട വർക്കുണ്ടോടാ ശങ്കര ഇവനൊരു ഗുരുകുല പഠനവും അധികവുമുള്ളൊരു ഗോപാലു ഇവനോ ഇന്നലെ വടകര വരതട പ്രോഗ്രാം ഉണ്ടത് കാബൂലി സ്വതവേ ഇവനൊരു ഗുരുകുല പഠനവും അധികവുമുള്ളൊരു ഗോപാലു ഇവനോ ഇന്നലെ വടകര വരതട പ്രോഗ്രാം ഉണ്ടത് കാബൂലി അരവിന്ദ സ്വാമിയുടെ സിനിമ അത് കാണുവാനായി വഴിയുണ്ട എൻ കയ്യിലോ 10 പൈസ ആകെ മൊത്തം കള്ള് ഞാൻ സത്യം പറഞ്ഞോട്ടെ ഞാൻ ജനിച്ചിട്ട് ഇതുവരെ മദ്യവും പരിചയം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ. എന്റെ അച്ഛൻ ഒരു ചെത്തുകാരനായിരുന്നു. കള്ള് പോലും ഞാൻ കുടിച്ചില്ല. അതിന് അച്ഛൻ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പക്ഷെ എന്റെ കൂടെയുള്ള സുഹൃത്തുക്കളെല്ലാം ചെറുതായിട്ട് പരിപാടി അറിയാമല്ലോ. ഇപ്പൊ എവിടെ ചെന്നാലും ഉണ്ടോ അവരുടെ കമ്പനിയിലൊക്കെ കൂടാറുണ്ട്. പക്ഷെ അവർക്കൊരു മോട്ടിവേഷൻ പോലെ ഒരു ചെറിയ പാട്ട് ഞാൻ അവർക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും.
പതിവായി തുടരുന്ന ശീലം മാറ്റിടാ വീട്ടുകാരെ നോക്കി ആശുപത്രി കൊണ്ടാക്കി ധ്യാനത്തിൽ പോയി നോക്കി അവരെല്ലാം കുടിയന്മാരാക്കി മാറ്റി തെരുവിൽ ഡെലിവറും മാറ്റി ഹേ മാമ അയ്യോ മാമ മടിയായോ മാമ മാമ അയ്യോ മാമന എന്താ ഇന്ദുവിനൊന്ന് വിളിക്കാൻ മോളിനെ കൊണ്ടുപോകുള്ളൂ. ഇന്ദു അല്ല ഇന്ദു ചേച്ചി ഓയ് ഇന്ദു ചേച്ചി മാമ ഇന്ദു ചേച്ചി ഒന്ന് എത്രയും പെട്ടെന്ന് ഒന്ന് വരണം മാമനെ നമുക്ക് എത്രയും പെട്ടെന്ന് എവിടേക്കെങ്കിലും ഒക്കെ കൊണ്ടുപോകാം പ്ലീസ് മാമ അതിൻ്റെ നിലയില്ല മോളെ അല്ല അത് കുട്ടിയാ അതല്ല ഇന്ദു ചേച്ചി പോയി തോന്നുന്നു എന്നാ എന്റെ മ്യൂസിക് ഒന്നും തരാമോ? ഞാൻ പൊക്കോളാം. മാമ കാണാത്തൊരു പെർഫോമൻസ് കാണണമെന്ന് പറഞ്ഞവൾ കൺമുന്നിൽ ഞാൻ വീണപ്പോ ഓടി പറഞ്ഞില്ലേ കണ്ണ് പുറത്തു തള്ളുന്നു എൻ കാലിൻ മസിലോ ഉരുണ്ടു കേറുന്നു കണ്ണു പുറത്തു തള്ളുന്നു എൻ കാലിൻ മസിലോ ഉരുണ്ടു